ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രസീലിയൻ മുന്തിരി അല്ലെങ്കിൽ മരം മുന്തിരി എന്ന് പറയുന്നൊരു ചെടിയാണ്. ചെടി എന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി വളരുമെന്നാണ് അവർ നേഴ്സറി എന്ന് പറഞ്ഞത്. അപ്പം ഞാനത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ നെറ്റിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രസീലിയൻ മുന്തിരി എന്ന് പറഞ്ഞ സാധനം നമുക്ക് കണ്ടെത്തുന്നുണ്ട്. ബ്രസീലിനാണ് അതിൻ്റെ ഉത്ഭവം. പക്ഷെ മുന്തിരി എന്ന് പറയാൻ കഴിയുമ്പോൾ ഏതാണ്ട് മുന്തിരിക്ക് സമാനമായിട്ടുള്ള കൊലകളും അതുപോലെ തന്നെ കായാണ്. ഒരു അതിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഷേപ്പുണ്ട്. അതിൻ്റെ പഴത്തിൻ്റെ രുചിയും അങ്ങനെയാണെന്ന്. ഈ പുളിപ്പുരസോ അതോടൊപ്പം തന്നെ മധുരവും ചേർന്ന ഒരു ഇതാണ്. ഞാൻ ഈ തൈ മേടിക്കുമ്പോണ്ടല്ലോ ഇത് ചെറുതായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ചെറുതാണെങ്കിലും പൂവിട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇതൊരു 4-5 വർഷത്തിലാണ് ഇത് കായ്ക്കാറുള്ളത്. പക്ഷേ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയായതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇതിൽ പൂവും കായും വന്നത്. ജബോട്ടിക്ക എന്നാണ് ഇതിൻ്റെ പേര്. ജബോട്ടിക്ക എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ. അങ്ങനെയുള്ള പേരാണ് ഇതിന് പൊതുവെ അറിയപ്പെടുന്നത്. പക്ഷെ ഇതിൻ്റെ ഇത് പരിപാലിക്കണമെങ്കിൽ ഇതിന് ജൈവവളത്തിലാണ് ഇത് പരിപാലിക്കുന്നത് നല്ലത്. ചാണകപ്പൊടിയും അതോടൊപ്പം എല്ലുപൊടിയും അതുപോലുള്ള ജൈവവള പ്രയോഗത്തിലൂടെ ആണ് ഇതിനെ കയറ്റിക്കൊണ്ട് വരേണ്ടതെന്നാണ് അവർ പറഞ്ഞത് എന്നോട്. ഞാൻ ആദ്യമായിട്ട് കൊണ്ട് വെച്ചതാണ് ഏതായാലും ഇത്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, നല്ല നിർവാർച്ചയുള്ള മണ്ണ് വേണം. അങ്ങനെയാണ് നമ്മൾ ഇത് പരിപാലിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇത് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്നത് ഇത്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ മറ്റൊരു മുന്തിരി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു മുന്തിരി വെച്ച് പിടിപ്പിച്ച് അത് പരിപാലിച്ച് പന്തലൊക്കെ ഇട്ട് റെഡിയാക്കി വരണമെങ്കിൽ ഉള്ള കാലതാമസവും അതിൻ്റെ ബുദ്ധിമുട്ടും പ്രൂണിങ്ങൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷേ ഇത് ഏകദേശം ഒരു മരം പോലെയാണല്ലോ അത് വളരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ വലിയ പരിപാലനമൊന്നും വേണ്ട. പ്രൂണിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കുറേ കൂടെ കഴിഞ്ഞിട്ട് മതിയാവും. ഇതിന് കായലുണ്ടാകുന്നതിൻ്റെ ആ സ്റ്റമ്പിൽ, അതായത് ഇതിൻ്റെ മെയിൻ തടിയിലൊക്കെയാണ് കായ്ക്കുന്നത്. ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ സാധാരണ പോലെ പൂവ് വരുമല്ല ചെയ്യുന്നത്. അതായത് ഈ കൂമ്പയെന്നല്ല വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ശാഖയിൽ നിന്നല്ല വരുന്നത്. ഈ തടിയല്ല കായ്ക്കുന്നത്. അതായത് ഇതിൻ്റെ ശാഖകളുണ്ടല്ലോ, അത് ഇതിൻ്റെ മെയിൻ തടിയെ കായ്ക്കും, ഇതുപോലെ തടിയെ കായ്ക്കും. പിന്നെ ഇങ്ങനെ ശാഖകളിലൊക്കെ പൂവിട്ട് ഈ കൊക്കോ ഉണ്ടാകുന്ന പോലെയാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഞാനിത് മേടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കായായിട്ട് അത് രൂപപ്പെട്ടില്ല. അന്നേരം ഇത് ഇങ്ങനെ ഒരു ചെറിയ പോളിത്തീൻ ബാഗിനകത്ത് നിന്നുകൊണ്ട് ആയിരിക്കും അവർ, പക്ഷേ അത് സക്സസ് ആയില്ല. പിന്നെ ഞാനത് എടുത്തീടെയാണ് അത് വെച്ചത്. ഇതിൻ്റെ ഈ ഇല കൂമ്പ് പിഴിഞ്ഞ് വരുന്ന ഇളം ചുവപ്പ് കളറിലേക്ക് ആണത് വരുന്നത്. പിന്നെ ഇതിങ്ങനെ ദൃഢമായി തീരും, പച്ച കളറിലേക്ക് വരുകയും ചെയ്യും. അപ്പോൾ ഇനി pH വേണ്ടതെന്ന് പറയുമ്പോൾ അല്പം ഈ പുളിപ്പുരസമുള്ള മണ്ണ് അതിന് നല്ലതെന്നാണ് പറയുന്നത്. അതായത് pH ഒരു 5.5 മുതൽ 6.5 വരെയുള്ള pH മതി ഇതിന്. അപ്പോൾ അല്പം പുളിപ്പുരസം മണ്ണിന് ഉണ്ടാകുന്നതാണ് ഇത് നല്ലതെന്നാണ് അവർ ഇത് പറഞ്ഞത്. അപ്പോൾ ജൈവവളത്തിലൂടെ നമുക്കിതിനെ കയറ്റിക്കൊണ്ട് വരാൻ കഴിയും. ഏതായാലും ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് പല നേഴ്സറികളിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനത് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗതുകത്തിൽ അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, നേഴ്സറിക്കാരൻ്റെ വീട്ടിലത് ഓൾറെഡി കായ്ച്ച് നിൽപ്പുണ്ട്. നല്ല സാധാരണ മുന്തിരി പോലെ തന്നെയുള്ള ഒരു പഴവും അതിൻ്റെ ടേസ്റ്റും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ച് വെച്ചാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയപ്പോഴാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിലൊക്കെ മനസ്സിലായത്. ഇത് ഈ വിധത്തിലുള്ള സംഭവമാണെന്നുള്ളത്. ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളായതുകൊണ്ടാണ് പെട്ടെന്ന് കായ്ക്കുള്ളൂ, അല്ലാത്ത ചെടികൾ കായ്ക്കത്തില്ല എന്നുള്ളൊക്കെയുള്ള സംഗതികൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏതായാലും ഇത് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. ഞാനിതിൽ ഓൾറെഡി പൂ കണ്ടുകൊണ്ടാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾ നഴ്സറി ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ജബോട്ടിക്ക എന്നാണ് പറയേണ്ടത് എൻ്റെ പേര്, ജബോട്ടിക്ക, അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറഞ്ഞാലും മതി. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയണമെങ്കിൽ മരമുന്തിരിയെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നെറ്റിലടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിൽ മരമുന്തിരി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചില ഡീറ്റെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഞാനിന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെയൊരു പുതിയ പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.